പശുക്കടത്ത് ആരോപിച്ച് 3 ചെറുപ്പക്കാരെ ഗോരക്ഷകർ എന്ന പേരിൽ RSS കൊലപ്പെടുത്തിയതിനെതിരെ കേരള കർഷക സംഘം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യവ്യാപകമായി കിസാൻ സഭ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കണ്ണൂരിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ജൂലൈ 24 ബുധനാഴ്ച കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചും ധർണയും കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ആക്രോശങ്ങളും ആക്രമണങ്ങളുമാണ്. പക്ഷെ അതൊന്നും പോലീസ് മുഖവിലക്കെടുക്കാനേ തയ്യാറായില്ല. BJP ഗവൺമെൻറ് ഇന്ന് രാജ്യത്താകെ ഈ ഗോരക്ഷ എന്ന് പറയുന്നത് അതോ സൈന്യത്തെ പോലെയാണ്. ഇന്ത്യയെ രക്ഷിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് പശുവിനെ രക്ഷിക്കുക എന്ന നിലക്കാണ് ഇവിടെ RSSകാർ കാര്യങ്ങൾ പരിഗണിക്കുന്നത്. BJPക്ക് അധികാരമുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഗോരക്ഷാ സേനയെ ഒരു നിയമാധിഷ്ഠിത നിയമസംരക്ഷണ സേന എന്ന രൂപത്തിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ആളുകളെ കൊല്ലാൻ, പശുവിനെ ദ്രോഹിക്കുന്ന, പശുവിനെ കടത്തുന്ന, പശു മാംസം കഴിക്കുന്ന ആളുകളെ കൊല്ലാൻ അധികാരമുള്ള ഒന്നാണ് ഈ സേന എന്നുള്ള നിലക്കാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം കാര്യങ്ങൾ വരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വിഷയം സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങളും അതുപോലെ വിദ്വേഷ കൊലപാതകങ്ങളും RSS തുടരുകയാണ്. ഇത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ നിലക്കുള്ള ഒരു ദേശവ്യാപക പ്രക്ഷോഭവും AIKS ആരംഭിക്കുന്നതാണ്. ഈ പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ, ഒന്ന്, ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും ഒരു വിദ്വേഷ കൊലപാതകങ്ങളും കൈകാര്യം ചെയ്യാൻ നേരത്തെ ഇന്ത്യ രാജ്യത്തുള്ളൊരു സംഗതിയല്ല. ഇപ്പോൾ സ്ത്രീകളെപ്പോലും ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണാം. പെൺകുട്ടികളെപ്പോലും ഭീകരമായിട്ട് കൊല്ലുന്നതിൻ്റെ, ആളുകൾ അട്ടഹസിച്ചുകൊണ്ട് കൊല്ലുകയാണ്. ഇതിനെ നേരിടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നിയമമില്ല. സാധാരണ കൊലപാതകത്തിന് നിയമമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിതിനകത്ത് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം കൊലപാതകങ്ങൾ, ആൾക്കൂട്ട കൊലപാതകം, വിദ്വേഷ കൊലപാതകം, ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക നിയമം, ഇത് നമ്മുടെ രാജ്യത്തിലെ BJP ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാർച്ച് രാവിലെ 9:30 കാൾടെക്സ് പരിസരത്ത് നിന്ന് ആരംഭിക്കും. സമരത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് പ്രാദേശിക കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനവും നടത്തും. ജൂലൈ 7 സദ്ദാം ഖുറൈശി, ചാന്ദ് മിയാ ഖാൻ, ഗുഡ്ഡു ഖാൻ എന്നീ 3 ചെറുപ്പക്കാർ പോത്തുകളെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഭീകരമായി ആക്രമിക്കപ്പെട്ടത്. ഛത്തീസ്ഗഡ് പോലീസ് നരഹത്യ, കൊലപാതക ശ്രമം വകുപ്പ് 34, 37 വകുപ്പുകൾ അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും കേസ് ആത്മഹത്യയായി ചിത്രീകരിച്ചതാണ് ഛത്തീസ്ഗഡ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ടും വർദ്ധിച്ചുവരുന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കേന്ദ്ര ഗവൺമെന്റും പാർലമെന്റും കർശനമായി നിയമം കൊണ്ടുവരിക, നിയമലംഘകരുടെ വിചാരണയും ശിക്ഷയും വേഗത്തിലാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് P ഗോവിന്ദൻ, സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ, MC പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.